ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടുമായിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ. ഈ വിഷയത്തിനോട് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിനെ 1 മിനിറ്റിനുള്ളിൽ ശാന്തമാക്കി ഊർജ്ജസ്വലമാക്കി പോസിറ്റീവ് വൈബ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ടെക്നിക്കിനെ കുറിച്ച്. അതെ, സെൽഫ് ഹിപ്നോസിസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് എപ്പോഴും എന്തോ ആലോചിച്ച്, അല്ലെങ്കിൽ വിമർശിച്ച്, അല്ലെങ്കിൽ പേടിച്ച്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഒരു തിരക്കിൻ്റെ ലോകത്താണെന്ന്? ഒരു നിമിഷം ആ തിരക്കിൽ നിന്ന് ഒന്ന് പുറത്തു കടന്ന് ഒരു ശാന്തമായ, സന്തോഷകരമായ, ധൈര്യം നിറഞ്ഞ മനസ്സിലേക്ക് എത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ, ഹിപ്നോസിസോ? സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ വന്ന് നമ്മളെ മയക്കി കിടത്തി എന്തൊക്കെയോ ചെയ്യില്ലേ എന്നൊക്കെയാവും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അല്ലേ? പേടിക്കണ്ട കേട്ടോ. നമ്മളിവിടെ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഹിപ്നോസിസിനെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു പ്രക്രിയയാണ് സെൽഫ് ഹിപ്നോസിസ്. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നേരിടുന്ന പിരിമുറുക്കങ്ങളും വെല്ലുവിളികളും കാരണം പലപ്പോഴും നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാറുണ്ട്. ഉറങ്ങാൻ കഴിയാതെ വരിക, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരിക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലർക്കും ഉണ്ടാവാറില്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമാധാനവും ശാന്തതയും ഊർജവും നൽകാൻ ഹിപ്നോസിസിന് കഴിയും. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുത്ത് നമുക്ക് സന്തോഷവും വളർച്ചയും വിജയവും നൽകുന്ന കാര്യങ്ങളിലേക്ക് അതിനെ തിരിച്ചുവിടാൻ ഹിപ്നോസിസ് ഒരുപാട് സഹായിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഇതൊരു വലിയ വഴി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ വലിയ വിദഗ്ധർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എന്ന്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്? പറ്റും, തീർച്ചയായും പറ്റും. കാരണം ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആർക്കും എളുപ്പത്തിൽ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നൊരു വിദ്യയാണ്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്നറിയോ? ഇതിനായി നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ദിവസവും 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ, മാക്സിമം പോയാൽ 5 മിനിറ്റ്, അത്രയും മതി. നിങ്ങളുടെ ചിന്താരീതിയെയും മനോഭാവത്തെയും പോസിറ്റീവാക്കി മാറ്റാൻ ഈ ലളിതമായ വിദ്യയ്ക്ക് കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മനസ്സിനെ നമുക്കൊരു വീടായിട്ട് ഉപമിക്കാം. വീടിൻ്റെ മുൻവാതിൽക്കൽ എപ്പോഴും നിൽക്കുന്ന ഒരു കാവൽക്കാരനുണ്ട്. അവനാണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ മൈൻഡ്. ഇത് ശരിയല്ല, അത് സേഫ് അല്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ എപ്പോഴും വിമർശിച്ച്, പേടിപ്പിച്ച്, പ്ലാൻ ചെയ്ത് ഒരു തിരക്കിൻ്റെ ലോകത്താണ് അവൻ എപ്പോഴും. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായ, ശാന്തമായ, സന്തോഷം നിറഞ്ഞൊരു മുറിയുണ്ട്. അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സ്. അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ധൈര്യം, സന്തോഷം, സമാധാനം എല്ലാം ഒളിഞ്ഞിരിക്കുന്നു. ഈ സെൽഫ് ഹിപ്നോസിസ് ആ കാവൽക്കാരനെ, അതായത് ക്രിട്ടിക്കൽ മൈൻഡിനെ ഒരു നിമിഷം മാറ്റി നിർത്തി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ വാതിൽ തുറക്കാൻ സഹായിക്കുന്ന ഒരു താക്കോലാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാം. ഇനി നമുക്ക് ഈ സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. ഇത് വളരെ ലളിതമാണ്. നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ ശാന്തമായ എവിടെയായാലും ഒരു കസേരയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഒരു ശാന്തമായ സ്ഥലത്ത് നിന്നോ ഈ ടെക്നിക്ക് തുടങ്ങാം. ആദ്യം ശാന്തമായി ഒരിടത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. ശരീരം അയച്ചിടുക. എന്നിട്ട് ഒരു വലിയ ദീർഘശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചും വയറുമൊക്കെ വികസിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്തേക്ക്, അതായത് പുരികങ്ങളുടെ നടുവിലായി നെറ്റിയുടെ മുകളിലേക്ക്
നേരെ മുകളിലേക്ക് നോക്കുക. കണ്ണുകൾ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഒരുപാട് ശക്തമായിട്ട് അടയ്ക്കേണ്ട, വളരെ സൗമ്യമായിട്ട് അടച്ചാൽ മതി. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു വലിയ ദീർഘശ്വാസം മുകളിലേക്ക് എടുക്കുക. വീണ്ടും നെറ്റിയുടെ മുകളിലേക്ക് നോക്കുക. ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുക. എന്നിട്ട് പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളെ കൂടുതൽ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. അവസാനമായി ഒരു ദീർഘശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കുക. നെറ്റിയുടെ മുകളിലേക്ക് നോക്കി ശ്വാസം പിടിച്ചു വെക്കുക. ശ്വാസം പിടിച്ചു വെക്കുമ്പോൾ ഒരു 3-4 സെക്കൻഡ് മതി കേട്ടോ. എന്നിട്ട് പൂർണ്ണമായും ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം നന്നായി അയഞ്ഞു എന്നും മനസ്സ് കുറച്ചുകൂടി ശാന്തമായെന്നും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, പുറത്ത് കാക്ക കരയുന്നതോ, ഫാനിൻ്റെ ശബ്ദമോ, ടിവിയിലെ ശബ്ദമോ, വാഹനങ്ങളുടെ ശബ്ദമോ, എല്ലാ ശബ്ദങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ഇനി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വലത് കൈയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ വലത് കൈയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ വലത് കൈവിരലുകളിൽ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ തരിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഊർജം പ്രവഹിക്കുന്നത് പോലെ. ശ്രദ്ധിച്ചു നോക്കിയാൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൈവിരലിലൂടെ പതിയെ തലോടുന്നത് പോലെ ഒരു ചെറിയ അനുഭവം, അതായത് ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വലത് കൈവിരലുകളിൽ ഉണ്ടായ ആ തരിപ്പ് നന്നായി അനുഭവപ്പെട്ടു തുടങ്ങിയാൽ ഇതേ തരിപ്പ് നിങ്ങളുടെ ഇടത് കൈവിരലുകളിലേക്കും കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ഊർജം ഇടത് കൈയിലേക്കും എത്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ 2 കൈവിരലുകളിലും ഒരുപോലെ ആ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഊർജം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ജീവശക്തിയാണ്. ഈ ഊർജത്തെ നിങ്ങളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുക. ഒരുപക്ഷെ കൈകളിൽ നിന്ന് തുടങ്ങി ശരീരമാസകലം ഈ ഊർജം നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ ആഴത്തിലുള്ള ഒരു വിശ്രമാവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനായി 5ൽ നിന്ന് താഴോട്ട് എണ്ണാൻ തുടങ്ങാം. ഓരോ നമ്പർ കുറയുമ്പോഴും നിങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോകുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 5, 4, 3, 2, 1 അങ്ങനെ. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്രമിച്ച ആഴത്തിലുള്ള ഒരു ട്രാൻസ് അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം വീണ്ടെടുക്കാനും പുത്തൻ ഊർജം നേടാനും കഴിയും. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന ഒരു വാക്യം മനസ്സിൽ ഉറക്കെ പറയുക. അത് തുടങ്ങേണ്ടത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മലയാളത്തിൽ ഞാൻ എന്ന വാക്ക് എത്രയോ ശക്തിയുള്ളതാണെന്ന് നമുക്കറിയാമല്ലേ? ഞാൻ എന്നത് വെറും ഒരു വാക്കല്ല, അത് സൃഷ്ടിയുടെ മന്ത്രമാണ്. അതൊരു ദിവ്യത്വമാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയാണ്. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, അതാണ് ഇപ്പോൾ നിങ്ങൾ പറയേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ഞാൻ പൂർണ്ണനാണ്, ഞാൻ സമാധാനമാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ
ധനികനാണ്, ഞാൻ വിജയിയാണ്, ഞാൻ കഴിവുള്ളവനാണ് എന്നിങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം. മനസ്സിൽ ഇത് പല പ്രാവശ്യം ആവർത്തിക്കുക. ഈ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഉന്മേഷവാനും ഊർജ്ജസ്വലനുമാണ്. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഊർജം നിങ്ങളിലൂടെ ഒഴുകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സൃഷ്ടിപരമായ ഊർജമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഭയങ്ങളും സങ്കടങ്ങളും ഉത്കണ്ഠകളും ഈ നിമിഷം നിങ്ങളെ വിട്ടുപോകുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് സന്തോഷവും സമാധാനവുമാണ്. ഇനി ഈ ആഴത്തിലുള്ള അവസ്ഥയിൽ നിന്നും പതിയെ നമുക്ക് തിരികെ വരാം. പൂർണ്ണമായ ഉന്മേഷത്തോടെ നിങ്ങളുടെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനായി 1 നിന്നും 5 എണ്ണാൻ തുടങ്ങുക. ഓരോ നമ്പർ കൂടുമ്പോഴും നിങ്ങൾ ഉണർവ് നേടുന്നതായിട്ട് സങ്കല്പിക്കുക. 1, 2, 3, 4, 5. പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങളിപ്പോൾ ഉന്മേഷവാനും പൂർണ്ണമായും ഉണർന്നിരിക്കുകയുമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ അനുഭവം? ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് ഉണരുന്നത് പോലെ ഒരു ഉന്മേഷം തോന്നുന്നില്ലേ? ഇത് വെറും ഒരു സാധാരണ വിദ്യ അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളെ തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഇത്രയും സമയമൊന്നും ആവശ്യമില്ല. ഇതിപ്പം ഇത്രയും പറഞ്ഞു വരുമ്പോൾ സമയം എടുത്തതാണ്. ഇത്രയും സമയമൊന്നും ആവശ്യമില്ല. 1 മിനിറ്റ് മുതൽ മാക്സിമം 5 മിനിറ്റ് വരെയുള്ള സമയം എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം കൊടുക്കേണ്ട അഫർമേഷൻസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആദ്യമേ തന്നെ വിചാരിച്ച് വെക്കണം കേട്ടോ. നിങ്ങൾക്കിത് ദിവസവും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ശരിക്കും കാണാൻ പറ്റും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ നമുക്കൊരു ക്രിട്ടിക്കൽ മൈൻഡുള്ള കാര്യം. അതെങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ക്രിട്ടിക്കൽ മൈൻഡ് നമ്മളെ പലപ്പോഴും ഒരുതരം ഭയത്തിലും ഉത്കണ്ഠയിലുമൊക്കെ കൊണ്ടെത്തിക്കും. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കും. എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഭാവിയെക്കുറിച്ച് അമിതമായി ആലോചിച്ച് വിഷമിക്കുക, എപ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കൽ മൈൻഡിൻ്റെ സ്വഭാവമാണ്. ഇത് നമ്മുടെ ഈഗോയുടെ ഒരു ഭാഗമാണ് കേട്ടോ. നമുക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ ഭയത്തെയും അമിതമായ ആസൂത്രണങ്ങളെയും എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ അവശേഷിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഞാൻ എന്ന ആഴത്തിലുള്ളൊരവസ്ഥയാണ്. നിങ്ങൾ ഭയത്തെയും ഉത്കണ്ഠയെയും ദുഃഖത്തെയും അമിതമായ ആസൂത്രണങ്ങളെയും ഒക്കെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അവശേഷിക്കുന്നത്? ആദ്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ മതിയായവനാണ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ സ്നേഹമാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സമൃദ്ധിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഉയർച്ച നൽകുന്ന ശക്തമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്രിട്ടിക്കൽ മൈൻഡ് പലപ്പോഴും ഇവയെല്ലാം ഒരു മൂടുപടം വെച്ചിട്ട് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സമയം നമ്മുടെ ഈ ക്രിട്ടിക്കൽ മൈൻഡിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് നമ്മളെപ്പോഴും ഒരുതരം സമ്മർദ്ദത്തിലും ഉത്കണ്ഠയിലും കൊണ്ടുചെന്നെത്തിക്കും. സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാത്തൊരവസ്ഥയായിരിക്കും കൂടുതലായിരിക്കും അവസ്ഥയിലായിരിക്കും നമ്മളെപ്പോഴും. നമുക്കറിയാം നമ്മുടെ ഈ ക്രിട്ടിക്കൽ മൈൻഡ് നമുക്ക് ആവശ്യമാണെന്ന്. ചില സിറ്റുവേഷനിൽ ഈ ക്രിട്ടിക്കൽ മൈൻഡ് ആവശ്യമാണ്. ഒരുപാട് വിവരങ്ങൾ വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും ഇത് നമ്മളെ സഹായിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു സഹജമായ അനുഭവം തന്നെയാണ്. പക്ഷേ ഈ ക്രിട്ടിക്കൽ മൈൻഡ് അമിതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അത് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ ആണോ എന്ന് പലരും ചോദിക്കാറില്ലേ? തീർച്ചയായും അതൊരു മൈൻഡ് കൺട്രോൾ ആണ്. പക്ഷേ അത് മറ്റൊരാൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതല്ല. നിങ്ങളുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവാണിത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കും. ഇതാണ് ഈ ഹിപ്നോസിസ് പ്രക്രിയയിലെ ഏറ്റവും ശക്തമായ ഭാഗം. ഞാനിതൊരു 5 വർഷം മുമ്പാണ് പഠിക്കാൻ പോയത്.
നിങ്ങൾക്ക് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ടവനല്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളൊരു തിരമാല മാത്രമല്ല, നിങ്ങൾ സമുദ്രം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഉത്കണ്ഠപ്പെടേണ്ടതില്ല, ഒറ്റപ്പെടൽ തോന്നേണ്ടതില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളോടും ഒന്നായി ചേരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണ് പൂർണ്ണതയുടെയും സമൃദ്ധിയുടെയും യഥാർത്ഥ അനുഭവം. എത്ര മനോഹരമായ ഒരവസ്ഥയാണല്ലേ ഇത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഞാൻ എന്ന ഈ വാക്കുകളാണ്. എത്ര ലളിതമായ വാക്കാണെന്ന് നോക്കൂ. ഞാൻ എന്നത് ഒരു മായാജാലം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്ത് ഞാൻ എന്ന് പറയുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. നിങ്ങൾ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമാകും എന്നുറപ്പാണ്. എന്നാൽ നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, അതിനനുസരിച്ച് അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. പ്രപഞ്ചം നമ്മളിലൂടെ സ്വയം അനുഭവിക്കുന്ന ഒരു ചിന്തയാണിത്. അതുകൊണ്ട് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് വിശ്വസിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പുറത്ത് എവിടെയെങ്കിലും നിരന്തരം അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ ആരാണെന്ന് വിശ്വസിക്കുന്നുവോ അത് നമുക്ക് എപ്പോഴും ലഭിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസവും 1 മിനിറ്റെങ്കിലും, മിനിമം 1 മിനിറ്റെങ്കിലും നിങ്ങൾക്കായി മാറ്റിവെക്കാം. ഈ സെൽഫ് ഹിപ്നോസിസ് വിദ്യ നിങ്ങൾ പരിശീലിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരട്ടെ. അടുത്ത 7 ദിവസവും 1 മിനിറ്റെങ്കിലും മിനിമം ഇത് ചെയ്തു നോക്കുക. ഓരോ ദിവസവും ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സന്തോഷമാണ്, ഞാൻ ധൈര്യമാണ്, ഞാൻ സ്നേഹമാണ്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നുവെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കല്ലേ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്